ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഷർ കുക്കറോ റൈസ് കുക്കറോ എന്തിന് ഗ്യാസ് പോലും കത്തിക്കാതെ ചോറുണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവർക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചോറ് വേവിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. സാധാരണയായി കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെ ചൂടാറിപ്പോവാതെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മളൊക്കെ കാസറോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ ടിപ്പിൽ ചോറുണ്ടാക്കാനായിട്ട് നമുക്ക് കാസറോൾ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫുഡ് ഐറ്റംസ് ചൂടാറാതെ സൂക്ഷിക്കാൻ മാത്രമല്ല കേട്ടോ, മറ്റു പല പല കാര്യങ്ങളും നമുക്ക് ഈ പാത്രം കൊണ്ട് ചെയ്യാൻ പറ്റും. പ്രഷർ കുക്കറോ റൈസ് കുക്കറോ ഇല്ലാതെ ഗ്യാസ് കത്തിക്കാതെ വിറക് കത്തിക്കാതെ വെറും അരമണിക്കൂറിനുള്ളിൽ നല്ല മട്ട അരിച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീട്ടമ്മമാർക്ക് ഗ്യാസൊക്കെ തീർന്നു പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണിത്. ചോറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മട്ട ഉണ്ട അരിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വെള്ളയരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ അരി വേവിക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. 2 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 കിലോ അരിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടിപ്പ് ചെയ്താൽ ബാച്ചിലേഴ്സിനും ഗ്യാസൊക്കെ ഉപയോഗിക്കാൻ അറിയില്ലാത്തവർക്കും അതുപോലെ തന്നെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചോറുണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴുകിയെടുത്ത അരി മുഴുവനും കാസറോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ കിടക്കുന്ന അരിയുടെ മീതെ ഏകദേശം 2 ഇഞ്ചെങ്കിലും പൊക്കത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പാത്രം നിറയെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളം അരിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും ഇതിങ്ങനെ തന്നെ വെക്കണം. അരമണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കാസറോളിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരി പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളയരി ആണെങ്കിൽ ഇത് 3/4ഓളം വെന്ത് കിട്ടും കേട്ടോ. കാസറോളിൽ നിന്നും ഈ ചോറ് നമുക്കൊരു സ്റ്റീൽ കലത്തിലേക്ക് മാറ്റി കൊടുക്കാം. സ്റ്റീലിൻ്റെ കലമോ വലിയ ചെരുവമോ എന്ത് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ. ചോറെല്ലാം കലത്തിലേക്ക് ഇട്ടതിന് ശേഷം കലത്തിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമൊന്നും അല്ല കേട്ടോ, സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അരി പകുതി വേവായതാണ്, അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇത് ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. ഈ കാലത്ത് എല്ലാവരുടെയും വീടുകളിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവാതിരിക്കില്ലല്ലോ. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിൽ ചോറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മിക്കവർക്കും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത്. പിന്നെ ഇൻഡക്ഷൻ കുക്കറിൽ സ്റ്റീൽ ബോട്ടമുള്ള പാത്രങ്ങൾ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് സ്റ്റീലിൻ്റെ കലമോ ചരുവമോ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പകുതി വേവായ അരിയും വെള്ളവും ഒഴിച്ച കലം ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് വേണം അടയ്ക്കാൻ. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ആ പാത്രത്തിൻ്റെ അടപ്പെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അരി തിളച്ച് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിലേക്ക് എല്ലാം വീഴും. അരി തിളച്ചതിന് ശേഷം ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇത് ഏകദേശം 15-20 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ 20 മിനിറ്റോളം അരി തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യാം. നല്ല ടൈറ്റായിട്ടുള്ള മൂടി വെച്ച് അടച്ചതിന് ശേഷം നമുക്കിത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടോപ്പിൽ നിന്നും താഴെ ഇറക്കി വയ്ക്കാം. അതുപോലുള്ള ഏതെങ്കിലും റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ അരിക്കല എടുത്തു വയ്ക്കുകയാണെങ്കിൽ കലത്തിൻ്റെ ചൂട് പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോകില്ല. ഒരു ഇടികല്ലെടുത്ത് നമുക്ക് ആ പാത്രത്തിൻ്റെ മുകളിലേക്കും വെച്ചു കൊടുക്കാം. ഇടികല്ലില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പുട്ടുകുടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാത്രത്തിലോ വെള്ളം നിറച്ചതിന് ശേഷം അതെടുത്ത് വെച്ചാലും മതി. ഇനിയിപ്പോൾ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. വെറും 15 മിനിറ്റ് മാത്രം മതി നല്ല മണി പോലുള്ള മട്ടയരി ചോറ് കിട്ടാൻ. 15 മിനിറ്റിന് ശേഷം നമുക്ക് ആ കലം ഒന്ന് തുറന്ന് നമ്മുടെ അരി വെന്തോന്ന് നോക്കിയാലോ. ഇതാ കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോകാതെ നമ്മുടെ ചോറ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
എല്ലാ അരിക്കും ഒരേ വേവല്ലല്ലോ, അതുകൊണ്ട് 5-10 മിനിറ്റ് വേരിയേഷൻ വരാനും ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഞങ്ങളിവിടെ കഞ്ഞി വാർത്തിടുക എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. വെറും 20 മിനിറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ അരി തിളപ്പിച്ചത്. പക്ഷെ നമ്മുടെ കഞ്ഞിവെള്ളം നോക്കി, നല്ല കൊഴുത്ത കഞ്ഞിവെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. കഞ്ഞി കുടിക്കാനും കഞ്ഞിവെള്ളം കുടിക്കാനും ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മുടെ ചോറ് പെട്ടെന്ന് തണുത്തു പോകാതിരിക്കാനായിട്ട് നമ്മുടെ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പ്രഷർ കുക്കറോ റൈസ് കുക്കറോ ഇല്ലാതെ ഗ്യാസോ വിറകോ കത്തിക്കാതെ ഏത് മട്ടയരിയും വെറും 20 മിനിറ്റ് കൊണ്ട് നല്ല മണി പോലത്തെ ചോറാക്കിയെടുക്കാം. വീട്ടമ്മമാർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഈ ടിപ്പ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്